ചില ആളുകൾക്ക് ഇത് പിടിക്കൂല. അവർക്ക് ഏറ്റവും അസ്വസ്ഥമാകുന്നത് പള്ളിയിലെ ബാങ്കാണ്. അതുകൊണ്ടാണ് തെരുവീഥികളെ മോശമായ മുദ്രാവാക്യം മുഴക്കിയിട്ട് നടക്കുന്നത്. ഈ പരിശുദ്ധമായ ദിക്റിനോടുള്ള, അള്ളാഹുവിന്റെ നാമത്തോടുള്ള, തക്ബീറിനോടുള്ള, പരിശുദ്ധമായ ദീനിന്റെ മനോഹരമായ നാദങ്ങളോടുള്ള വെറുപ്പാണ്. അതുകൊണ്ടാണ് അതിന്റെ കലാലയങ്ങളാകുന്ന പള്ളികളെ തച്ച് തകർക്കുന്നത്. 992 ഡിസംബർ മാസം 6-ാം തീയതി ഇന്ത്യ രാജ്യത്തിന്റെ ഏറ്റവും വലിയ മതേതരത്വത്തിന്റെ മകുടോദാഹരണമായിരുന്ന ബാബരി മസ്ജിദിന്റെ താഴിക കൂടങ്ങൾ തള്ളി തകർത്ത് തരിപ്പടമാക്കിയിട്ട് ഓരോ ഇഷ്ടികയും നിലത്ത് വീഴുമ്പോൾ, ആ ഇഷ്ടിക നിലത്ത് വീഴുന്ന സമയത്ത് പരിക്ക് പറ്റിയ ആളുകൾക്ക് ഗവൺമെന്റിൽ നിന്ന് അവർക്ക് ചികിത്സിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തിട്ട് പിറ്റേ ദിവസം പള്ളി നിന്നെടുത്ത് പള്ളി പണിയുമെന്ന് പറഞ്ഞിട്ട് നാളുകൾ എത്രയായി. ഇന്നവിടെ പള്ളിക്ക് പകരം ശിലാന്യാസം നടത്തിയത് ക്ഷേത്രത്തിനാണ്. ആ ക്ഷേത്രത്തിന്റെ ശിലാന്യാസം നടത്തിയിട്ട് തൊട്ടപ്പുറത്ത് 10 ഏക്കർ തന്നേക്കാം, 5 ഏക്കർ തന്നേക്കാം. എന്തിനായവന്റെ ഒക്കെ 5 ഏക്കർ നമുക്ക്? ഈ ഉമ്മത്തിന് പണം ഇല്ലാതിരിക്കുന്നോ? ഈ ഉമ്മത്തിന് പണം ഇല്ലാത്തത് കൊണ്ടാണോ 400 കുടുംബമുള്ള തൃപ്പങ്ങോട്ടൂർ മഹൽ എന്ന് പറയുന്ന ഈ പള്ളിയുടെ മനോഹരമായ 15,000 സ്ക്വയർ ഫീറ്റുള്ള പള്ളികൾ കോടികൾ മുടക്കി വെച്ചത്? ഇവിടെ പൈസ ഇല്ലാത്തതിന്റെ പേരിലാണോ? ഈ ഉമ്മത്തിന് ഇഷ്ടം പോലെ പൈസ ഉണ്ട്, നിങ്ങളുടെ 5 ഏക്കർ ഞങ്ങൾക്ക് വേണ്ട, പള്ളി നിൽക്കുന്നിടത്ത് പള്ളി. അതാണ് ഇന്ത്യയുടെ നീതി, ജനാധിപത്യത്തിന്റെ നീതി, മതേതരത്വത്തിന്റെ കാഴ്ചപ്പാട്. അതാണ് വേണ്ടത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അല്ലാതെ പള്ളി നിൽക്കുന്നിടത്ത് നിന്ന് മാറിയിട്ട് 5 ഏക്കർ നമുക്ക് എന്തിനാ? 5 ഏക്കർ നമുക്ക് 10 ഏക്കർ എന്തിനാണ്? അതിന്റെ ഒരാവശ്യവുമില്ല. എന്നായിരുന്നാലും ബാബരി മസ്ജിദ് ഇന്ത്യയിൽ തകർന്നു വീണ മതേതരത്വത്തിന്റെ നിലയ്ക്കാത്ത ശബ്ദമായിരുന്ന ആ മഹത്തായ ബാബരി മസ്ജിദ് നിന്ന സ്ഥലത്ത് തന്നെ ഇൻഷാ അല്ലാഹ് അത് നമുക്ക് തിരിച്ചു കിട്ടും സഹോദരങ്ങളെ. അള്ളാഹു നമുക്ക് തിരിച്ചു തരും. നമുക്ക് അത്രയും ഈമാനും യഖീനും ഇസ്തിഖാമത്തും ഇഹ്തിസാബും ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു കിട്ടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ചില ആളുകൾക്ക് പള്ളിയും ദിക്റും വലിയ അരോചകമാണ്. അതാണ് പറയുന്നത്, അള്ളാഹുവിന്റെ ശത്രുവായ ഇബ്ലീസിനും കൂട്ടാളികൾക്കും മിജ്റാഹാണ് എന്ന് പറഞ്ഞാൽ കത്തിയാണത്. അവരുടെ പള്ളക്ക് കയറ്റുന്ന കത്തിയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവരുടെ പള്ളക്ക് കയറ്റേണ്ട കത്തി നമ്മുടെ കയ്യിരിക്കുന്ന, നമ്മുടെ നിർമ്മിച്ചുണ്ടാക്കിയ കത്തിയല്ല, മറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ്, വിശുദ്ധമായ കലിമ. അതിൽ വിശ്വാസികളായി നമ്മൾ മാറുക. അത് ഇബ്ലീസിന്റെ പള്ളക്ക് വെക്കുന്ന കത്തിയാണ്. അതുകൊണ്ടാണ് ആ ദിക്ർ എപ്പോഴും നമ്മൾ മുറുകെ പിടിക്കണമെന്ന് പറയുന്നത്. അല്ലാതെ ഇത് മക്കൾക്ക് ഓണിട്ട് പാട്ടിട്ട് പഠിപ്പിച്ചത് കൊണ്ട് കാര്യമായില്ല. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ദിക്റിന്റെ അഹ്ലുകാരായി മാറണം. ആ ദിക്റിന്റെ അഹ്ലുകാരായാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ദുനിയാവ് ധന്യമാകും. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. വീണ്ടും മഹാനായ യഹ്യ ഇബ്നു മുആദ് റാസി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലാ തതീബുൽ ആഖിറ ഇല്ലാ ബിഅഫ്വിക. അല്ലാഹുവേ, എന്റെ ആഖിറം ധന്യമാകണമെങ്കിൽ, എന്റെ പരലോക ധന്യമാകണമെങ്കിൽ നിന്റെ അഫ്വ് ഉണ്ടെങ്കിലേ നടക്കൂ. അല്ലാ, നീ അഫ്വ് ചെയ്യാതെ എന്റെ ആഖിറം എങ്ങനെ വിജയിക്കും? നമ്മുടെ ആഖിറം വെളിച്ചമാകണ്ടേ? അള്ളാന്റെ അഫ്വ് ഉണ്ടാകണം. അഫ്വ് ഉണ്ടാകേണ്ടത് എങ്ങനെയാണ്? ഇത്തഖിന്നാർ. ആയിഷ ബീവിയോട് മുത്തുനബി പറയുകയാണ്. ഏതാ ആയിഷ ബീവി? ആയിഷ ബീവി ഏതാണ്? ആയിഷ, ഇന്ന് വല്ലതും ഇരിപ്പുണ്ടോ? ഇല്ല നബിയേ. എങ്കിൽ ഞാൻ ഇന്ന് നോമ്പാണ്. നോമ്പ് തുറക്കാൻ വേണ്ടി കരുതി വെക്കുന്ന ചെറിയ ഈത്തപ്പഴം ഏതെങ്കിലും സാധുക്കൾ വന്ന് ചോദിച്ചാൽ അതെടുത്തു കൊടുക്കുന്നു. ആയിഷ, നോമ്പ് തുറക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല നബിയേ. ഇരുന്നല്ലോ ഈത്തപ്പഴം, പിന്നെന്ത് ചെയ്തു? അതൊരു സാധു പെൺകുട്ടി വന്നു തന്റെ മക്കളെയുമാകിട്ട് ഞാൻ അവർക്ക് കൊടുത്തു നബിയേ. ആ സമയത്ത് നബിതങ്ങളെ ഭാര്യയെ ശകാരിച്ചില്ല. നബിതങ്ങൾ പറഞ്ഞു, ഹുന്ന ഹുന്ന, ആ പെൺമക്കളുണ്ടല്ലോ, ആ സ്ത്രീക്ക് സിത്റും മിനന്നാർ, നരകത്തിൽ നിന്ന് വലിയ ഒരു കവചമാണ് ആയിഷ. ആ ആയിഷ ബീവിയോടാണ് ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, ഇത്തഖിന്നാറ വലൗ ബിശിക്കി തംറ.
ഒരു കാരക്കയുടെ ഒരു കീറ് കൊണ്ടെങ്കിൽ നീ നരകത്തെ സൂക്ഷിക്കണേ. ആഖിറത്തിൽ അള്ളാന്റെ അഫുവില്ലെങ്കിൽ നമുക്ക് രക്ഷയില്ല. ഇവിടെ എന്തൊക്കെ കിട്ടിയാലും ചോദിക്കുന്നതെല്ലാം അല്ല തരുന്നുണ്ട്. എന്ത് ചോദിച്ചാലും അല്ല മുടക്കമില്ലാതെ തരുന്നുണ്ട്. മക്കളില്ലെന്ന് പറഞ്ഞപ്പോ മക്കളെത്തുന്നു, വാഹനമില്ലെന്ന് പറഞ്ഞപ്പോ വാഹനം തന്നു, വീടില്ലെന്ന് പറഞ്ഞപ്പോ വീട് തന്നു, നാട്ടില് പള്ളിയില്ലെന്ന് പറഞ്ഞപ്പോ പള്ളി തന്നു. ഇതൊക്കെ അല്ല തന്നിട്ട് നാളെ ആഖിറത്ത് ചെല്ലുമ്പോ അവന്റെ അഫുവില്ലെങ്കിലോ നമുക്ക് രക്ഷയില്ല. ഈ പള്ളി തകരാനുള്ളതാണ്, ഈ പള്ളി ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴാനുള്ളതാണ്. പക്ഷേ ഈ പള്ളിക്ക് കൊടുക്കുന്ന ധനമുണ്ടല്ലോ, സദഖയുണ്ടല്ലോ, അത് നാളെ പരലോകത്ത് നരകത്തിൽ നിന്ന് നമ്മളെ തടുക്കാനുള്ള രക്ഷാ കവചമാണ്. ഒരു വലിയ തിരശീലയാണ്, വലിയ പടുകൂറ്റൻ മറയാണ്. ഇത് നമ്മെ പഠിപ്പിച്ചത് ഇന്നേ വരെ കളവ് പറയാത്ത നബി മുഹമ്മദ് മുസ്തഫ. നമ്മളെപ്പോഴും മരിക്കുന്നെന്ന് പറയാൻ കഴിയില്ല. ഈ പ്രസംഗം അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ടോ? എന്റെ മക്കളോട്, എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ വരും, നാളെ എത്തുമെന്ന് പറഞ്ഞിട്ട് വന്നു. ഞാൻ എങ്ങനെ ഇന്ന് അവിടെ എത്തുമെന്ന് എനിക്ക് ഉറപ്പിക്കാൻ കഴിയും? ഇവിടെ എത്തി അൽഹംദുലില്ലാ. ഇനി പ്രസംഗം കഴിഞ്ഞ് അൽഹംദുലില്ലാ ഞാൻ രാവിലത്തെ ട്രെയിനിൽ ഞാൻ യാത്ര തിരിച്ച് എന്റെ വീട്ടിലെത്തി. എന്റെ മക്കളെ കാണുമ്പോൾ അൽഹംദുലില്ലാ, അതാണ് ഹബീബ് പറഞ്ഞത്, ആയിബൂന തായിബൂന ആബിദൂന ലിറബ്ബിനാ ഹാമിദൂൻ. യാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തുമ്പം പറയണം, ആയിബൂൻ തായിബൂൻ ആബിദൂന ലിറബ്ബിനാ ഹാമിദൂൻ. എവിടെയും വാഹനമോടിച്ചു പോകുന്നവരെ മക്കളോട് യാത്ര പറഞ്ഞ് പോയാൽ തിരിച്ച് 3 വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് ആംബുലൻസിലാണ് നിന്നെ കൊണ്ടുവരുന്നതെങ്കിൽ നിന്റെ പൊന്നുമക്കള് നിന്റെ മയ്യത്തിന്റെ ചുറ്റുവട്ടത്തും വന്ന് നിലവിളിക്കും. ആ മക്കൾക്ക് പിന്നെ ആരാണ്? ആ മക്കള് വിളിച്ചാൽ നിനക്ക് വിളി കേൾക്കാൻ കഴിയുമോ? വഖൽഫി കരീമാത്തിൻ അലയ്യ വബാക്കിയ വഫീഹിന്ന ഉമ്മീ ഔ ശഖീഖി വഇത്റതി. എന്റെ മക്കളെ വിളിക്കുന്നു വാപ്പാ, എന്റെ ഭാര്യ വിളിക്കുന്നു പ്രിയപ്പെട്ടവനെ, എന്റെ ഉമ്മ വിളിക്കുന്നു മോനെ, എന്റെ വാപ്പ വിളിക്കുന്നു മോനെ. പക്ഷെ വിളി കേൾക്കാൻ എനിക്ക് കഴിയുന്നില്ല. എന്റെ റൂഹ് പിരിഞ്ഞു, എന്റെ റൂഹ് പിരിഞ്ഞു. സഹോദരങ്ങളെ, അതുകൊണ്ടാണ് വാഹനം ഓടിച്ചു പോയി തിരിച്ച് വീട്ടിലെത്തുമ്പോ നമ്മൾ പറയണം, ഇതൊക്കെ എഴുതി പഠിക്കണ്ടേ? ഇതൊക്കെയല്ലേ പഠിക്കേണ്ടത്? ആയിബൂന തായിബൂന ആബിദൂന ലിറബ്ബിനാ ഹാമിദൂൻ. അകത്ത് കയറിയിട്ട് പറയണം ആയിബൂൻ. യാത്രയിൽ പലതും ഉണ്ടായിട്ടുണ്ട്. കാണാൻ പാടില്ലാത്തത് പലതും കണ്ടു, കേൾക്കാൻ പാടില്ലാത്തത് പലതും കേട്ടു. അല്ലാഹുവേ, നിന്നോട് പൊറുക്കലിനെ ചോദിക്കുന്നു. തായിബൂൻ, നിന്നോട് തൗബയെ തേടുന്നു. ആബിദൂന ലിറബ്ബിനാ, എന്റെ നാഥാ, നിനക്ക് വേണ്ടി ഞാൻ ഇബാദത്തെടുക്കുന്നു. ഹാമിദൂൻ, നിന്നെ സ്തുതിക്കുന്നു. നീ എന്നെ തിരിച്ചു വീട്ടിൽ കയറ്റിയല്ല റബ്ബേ. ഇത് പറഞ്ഞ് വീട്ടിൽ കയറണം. ഇത് കയറിയിട്ട് വീട്ടിൽ നിന്ന് പറയേണ്ടതാണ്. സഹോദരങ്ങളെ, എത്രയോ ആളുകളെ വീട്ടിലേക്ക് മടങ്ങി വരുന്നില്ല. നിന്റെ സമ്പാദ്യം മുഴുവനും പോയി. അത് മക്കള് വീരം വെച്ചെടുത്തു. പടച്ചവനെ സാക്ഷിയാക്കി, ഈ പള്ളിയെ സാക്ഷിയാക്കി ഞാൻ പറയാ, സഹോദരങ്ങളെ, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈ കാലഘട്ടത്തിൽ ഒന്നുമില്ലാത്ത അവസ്ഥയിലും മരിക്കാൻ വേണ്ടി ദുആ ചെയ്തോ? പണം ഉണ്ടായിട്ടാണോ മരിക്കുന്നത്? വല്ലാഹി, മയ്യത്തടക്കും മുമ്പ് മക്കള് നമ്മളെ ശപിക്കും. എത്രയെത്ര അനുഭവങ്ങൾ, എത്രയെത്ര അനുഭവങ്ങൾ, എത്ര എണ്ണം ഈ 2 കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്, ഈ 2 കാതുകൊണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. പണം ഇഷ്ടം പോലുണ്ട്. വാപ്പ അവക്ക് കൊടുത്തു, യവന് കൊടുത്തു, എനിക്ക് തന്നില്ല. ഇയാൾ എന്തൊരു നീതി കാണിച്ചു. വാപ്പ ശ്വാസം കിട്ടാതെ അകത്താണ്. മരിക്കുന്ന സമയത്ത് നല്ല പോലെ മരിക്കാൻ മക്കൾ അനുവദിക്കൂല. നേരെ മറിച്ച് ഒന്നുമില്ലെങ്കിലോ ആരെങ്കിലും, ഏതെങ്കിലും ചാരിറ്റി പ്രവർത്തകരെങ്കിലും നമ്മളെ മയ്യത്തെടുത്തടക്കും. ആരെങ്കിലും നമ്മുടെ മയ്യത്തെടുത്തടക്കും. ഒന്നുമില്ലാതെ വെറും കയ്യോടെ
ഒന്നുമില്ലാതെ മരിക്കലാണ് നല്ലത്. സഹോദരങ്ങളെ, അതുകൊണ്ട് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ സർവ്വതും നമ്മൾ ഇട്ടെറിഞ്ഞിട്ട് പോകുമ്പോ നമുക്ക് നാളെ ഖബറിൽ നമുക്ക് ഒരു പ്രതിഫലം വരണം, ഒരു പ്രതിഫലം വരണം. അതിന് നിങ്ങൾ തീരുമാനിക്കും. നാലാമതായി, അല്ലാഹുവേ നിന്റെ പരലോകം എനിക്ക് സന്തോഷകരമാകണമെങ്കിൽ നിന്റെ അഫ്വ് എനിക്കുണ്ടാകണം, നിന്റെ അഫ്വ് എനിക്കുണ്ടാകണം. എങ്കിലേ എനിക്ക് പരലോക സന്തോഷമാവുകയുള്ളൂ. ആഖിറത്തിൽ ഞാൻ വരുമ്പോ നിന്റെ അഫ്വ് എനിക്ക് കിട്ടിയാലേ എനിക്കത് ധന്യമാവൂ. നമ്മൾ എത്ര പാപം ചെയ്താലും, ഒന്ന് കേൾക്ക്, എത്ര പാപം ചെയ്താലും, എത്ര വലിയ പാപം ചെയ്താലും അള്ളാഹുവിന്റെ കാരുണ്യം മൗഫറത്തുണ്ടല്ലോ അതിനേക്കാളും മുകളിലാണ്. നമ്മൾ എപ്പോഴും ദ്വാരക്കേണ്ട എങ്ങനെയാണ്? പടച്ചവനെ, ഞാൻ ഒരുപാട് പാപം ചെയ്തു, പക്ഷെ ഈ പാപങ്ങളെക്കാൾ എത്രയോ മുകളിലാണ് നിന്റെ അഫ്വ്. ഷാഫി ഇമാം മരണാസന്നനായി കിടക്കുമ്പോ മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ മുസ്നി റഹിമഹുല്ല കാണാൻ വേണ്ടി ചെന്നു. ഷാഫി ഇമാം എങ്ങനെ ഉണ്ട് രോഗമെന്ന് ചോദിച്ച മുസ്നി ഇമാമിനോട് പറഞ്ഞത്, തആലാമനി ദംബി ഫലമ്മാ ഖറൻതുഹു ബിഅഫ്വിക റബ്ബി കാന അഫ്വുക അഅലമാ. ഞാൻ എത്ര പാപം ചെയ്താലും റബ്ബേ, എന്റെ പാപങ്ങൾ നിന്റെ അഫ്വിനോട് ചേർത്ത് നോക്കുമ്പോ വകാന അഫ്വുക അഅലമാ, നിന്റെ അഫ്വ് എത്രയോ മുകളിലാണ്. നമ്മൾ എത്ര വലിയ പാപം ചെയ്താൽ അതിന്റെ ഒക്കെ വലിപ്പത്തിൽ അല്ലാഹ് അഫ്വ് ഉണ്ടല്ലോ. അതിൽ നിന്നൊരു അല്പ അഫ്വ് നമുക്ക് കിട്ടിയാൽ നമ്മുടെ ആഖിറം നമുക്ക് ധന്യമായി. അള്ളാഹു ആഖിറം വിജയിച്ചവരിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നു. ഏറ്റവും ഒടുവിൽ അള്ളാഹുവിനോട് യഹ്യ ബിൻ മുആദ് റാസി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ എല്ലാം കഴിഞ്ഞങ്ങ് സ്വർഗത്തിൽ വന്നു. എന്റെ രാത്രിയിൽ ഞാൻ മുനാജാത്ത് നടത്തി, എന്റെ പകലിൽ നിനക്ക് ത്വാഅത്തിലായി, എന്റെ ദുനിയാവ് നിന്നെ ഓർത്തുകൊള്ളുള്ളതായി, എന്റെ ആഖിറത്തിൽ നിന്റെ അഫ്വും കിട്ടി. ഞാൻ അങ്ങ് സ്വർഗത്തിൽ വന്ന എനിക്ക് സ്വർഗം ഒരിക്കലും സമ്പന്നമാവില്ല, എനിക്ക് സ്വർഗം ഒരിക്കലും ധന്യമാകില്ല. ഇല്ലാ ബിറുയതിക, ആ സ്വർഗത്തിൽ നിന്നെ കണ്ടാലല്ലാതെ എനിക്ക് നിർവൃതിയടയാൻ കഴിയില്ല. സ്വർഗമാണോ നമുക്ക് വലുത്? അല്ല, സ്വർഗമല്ല നമുക്ക് വേണ്ടത്. ആ സ്വർഗത്തിൽ പോകുമ്പോ നമ്മുടെ റബ്ബിനെ ഒന്ന് കാണാൻ പറ്റലാണ്, അല്ലാഹനെ ഒന്ന് കാണലാണ്. അതിനെന്ത് വേണം? അതിന് വേണ്ടത് അല്ലാഹുവിന്റെ ലിഖാഇനെ ആര് കൊതിക്കുന്നുവോ അവന് സൽക്കർമ്മങ്ങൾ ചെയ്യട്ടെ, അവന് സകൃതങ്ങൾ ചെയ്യട്ടെ. അല്ലാഹുവിനോട് ഒരു വസ്തുവിനെയും അവന് പങ്കു ചേർക്കാതിരിക്കട്ടെ. അല്ലാഹുവിന് വേണ്ടി സർവ്വതും സമർപ്പിച്ച് അല്ലാഹുവിന് വേണ്ടി പരിശുദ്ധമായ ദീനിനെ മുറുകെ പിടിച്ച് ജീവിച്ച് എന്റെ ഇബാദത്തുകൾ എന്റെ റബ്ബ് മാത്രം കണ്ടാ മതി, എന്റെ റബ്ബ് മാത്രം കണ്ടാ മതി, ആരെയെ കാണിക്കാനല്ല എന്ന നിയ്യത്തോടെ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ശിർക്കില്ലാത്ത, റിയാ ഇല്ലാത്ത, ഇഖ്ലാസ് ഉള്ള ഒരു അമൽ ചെയ്ത് നാളെ റബ്ബിനെ കണ്ടുമുട്ടാൻ, നാളെ സ്വർഗത്തിൽ കടന്നു പോകുമ്പോ പടച്ചവൻ നമ്മളോട് ചോദിക്കുന്നു, നിങ്ങൾക്കെല്ലാം മതിയോ? അല്ലാഹുവേ, തസ്നീം കിട്ടി, സൽസബീൽ കിട്ടി, കള്ളാറ് കിട്ടി, തേനാറ് കിട്ടി, പാലാറ് കിട്ടി, എല്ലാം കിട്ടിയല്ലോ, ഇനി എന്താണ് ഇവിടെ ഉള്ളത്? ആ സമയത്ത് അല്ലാഹു ഹിജാബ് അങ്ങ് മാറ്റുന്നു, അവൻ നമ്മുടെ മറയങ്ങ് മാറ്റുന്നു. ആ സമയത്ത് ഫൈദർ റബ്ബു, അല്ലാഹനെ നമുക്ക് കാണാൻ കഴിയും. ആ പടച്ചവനെ നമുക്കൊന്ന് നേരിട്ട് കാണുക എന്ന ലിഖാ ഉണ്ടല്ലോ, ആ ലിഖാ സ്വർഗത്തിൽ പോയാലും നമ്മുടെ വികാരം തീരില്ല. നമ്മളെ കൃതാർത്ഥരല്ല അല്ലാഹുവിനെ കണ്ടുമുട്ടിയാലല്ലാതെ. അതുകൊണ്ട് അവനെ കണ്ടുമുട്ടാൻ വേണ്ടിയിട്ട് അമൽ
അമലുകൾ ചെയ്യണേ. യഹ്യ ബിൻ മുആദിൻ റാസി റളിയല്ലാഹു അൻഹുവിന്റെ പ്രഖ്യാപനമാണ്. അല്ലാഹുവേ സാധുക്കളായ ഞങ്ങൾക്ക് ഞങ്ങളുടെ രാത്രികളെ മുനാജാത്ത് കൊണ്ട്, ഞങ്ങളുടെ പകലുകളെ താഅത്ത് കൊണ്ട്, ഞങ്ങളുടെ ദുനിയാവിനെ ദിക്ർ കൊണ്ട്, ഞങ്ങളുടെ ആഖിറത്തിനെ അഫ്വ് കൊണ്ട്, ഞങ്ങളുടെ സ്വർഗ്ഗത്തെ നിന്നെ കാണുക എന്ന ലിഖാവ് കൊണ്ട് ആസ്വദിക്കുന്ന ധന്യമാക്കുന്നവരിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാ, ഞങ്ങളെ ചേർക്കണേ അല്ലാ. ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ചേർക്കണേ അല്ലാ. അല്ലാഹു തൗഫീഖ് തരട്ടെ.